വെൽക്കം ടു സൈലം ടെക്നിക്കൽ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ സ്റ്റോൺ മേസൺറി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഓവർസിയർ ലെവൽ എക്സാമുകൾക്ക് പ്രീവിയസ്ലി ചോദിച്ച കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് കേട്ടോ. ആ ചോദ്യങ്ങളും അവയുടെ എക്സ്പ്ലനേഷനുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് ഏതൊക്കെ ചോദ്യങ്ങളാണ് പ്രീവിയസ്ലി സ്റ്റോൺ മേസൺറിയിൽ നിന്ന് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. സോ ആദ്യത്തെ ചോദ്യം, ഫസ്റ്റ് ചോദ്യം ഇതാണ്: Which masonry has regular stones of square or rectangular shape with accurate bed joint? അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് മേസൺറിയിലാണ് നമ്മുടെ സ്റ്റോണിനെ നല്ലതുപോലെ സ്ക്വയർ ആൻഡ് റെക്ടാങ്കുലർ ഷേപ്പ് ആക്കിയിട്ട് അക്യുറേറ്റ് ജോയിന്റോട് കൂടിയിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം അല്ലേ, സ്റ്റോൺ മേസൺറി നമ്മൾ പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് പറയാറുള്ളത്. റബിൾ മേസൺറിയും ഉണ്ട്, എഷ്ലാർ മേസൺറിയും ഉണ്ട്. അതിലൊരു റബിൾ മേസൺറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാ ചെയ്യുക, റഫ്ലി സ്ക്വയേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റഫ്ലി ഒന്ന് ഹാമർ വെച്ച് ഡ്രസ് ചെയ്തിട്ടുള്ള എന്താണ് സ്റ്റോൺ പീസുകളെ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, റബിൾ മേസൺറി വർക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ടാവുക. എന്നാൽ ഒരു എഷ്ലാർ മേസൺറിയിൽ നമ്മൾ എടുക്കുന്ന സ്റ്റോൺ പീസുകളെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ലപോലെ ഫൈനായിട്ട് സിസൽ ഡ്രസ് ചെയ്തതിന് ശേഷം ആയിരിക്കും ഉപയോഗിക്കേണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് സുപ്പീരിയർ ടൈപ്പ് ഓഫ് വർക്കുകൾക്ക് നമ്മൾ എഷ്ലാർ മേസൺറി ആണ് അധികവും പ്രിഫർ ചെയ്യാറുള്ളത്. സോ അപ്പോൾ ഇവിടെ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക, നമ്മുടെ ഓപ്ഷൻസ് നോക്കുമ്പോൾ എഷ്ലാർ ഫൈൻ മേസൺറി ആണല്ലേ ഇവിടെ ആൻസർ ആയിട്ട് വരിക. യൂണിഫോം ജോയിന്റ് കിട്ടണം, നല്ലതുപോലെ ഡ്രസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന മേസൺറി എഷ്ലാർ ഫൈൻ മേസൺറി ആയിരിക്കും. ദെൻ ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്ക് നോക്കുകയാണെങ്കിൽ പറഞ്ഞിട്ടുണ്ട് കോസ്റ്റ് റബിൾ മേസൺറി, അൺകോസ്റ്റ് റബിൾ മേസൺറി, റാൻഡം റബിൾ മേസൺറി എന്നൊക്കെ. ഇതൊക്കെ എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കണം. സോ അപ്പോൾ നമുക്കറിയാം റബിൾ മേസൺറി എന്ന് പറയുന്നത് തന്നെ നമ്മൾ പല രീതിയിൽ ചെയ്യാറുണ്ട്. കോസ്റ്റ്ഡ് റബിൾ മേസൺറി ഉണ്ട്, അൺകോസ്റ്റ് റബിൾ മേസൺറി ഉണ്ട്, റാൻഡം റബിൾ മേസൺറി ഉണ്ട്, ഫ്ലിൻഡ് റബിൾ മേസൺറി ഉണ്ട്, പോളിഗണൽ റബിൾ മേസൺറി ഉണ്ട്. അങ്ങനെ പലതരത്തിൽ നമ്മൾ റബിൾ മേസൺറി ചെയ്യാറുണ്ട്. അതിലൊരു കോഴ്സ്ഡ് റബിൾ മേസൺറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴ്സ്ഡ് റബിൾ മേസൺറിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏകദേശം ഒരു 50 mm മുതൽ 200 mm വരെയുള്ള ഹൈറ്റുള്ള സ്റ്റോണുകളായിരിക്കും നമ്മൾ കോസ്റ്റ്ഡ് റബിൾ മേസൺറിയിൽ ഉപയോഗിക്കാറുള്ളത്. ഇത് പൊതുവെ റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകൾക്കും അതുപോലെ പബ്ലിക് ബിൽഡിങ്ങുകളുടെയൊക്കെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഓപ്റ്റ് ചെയ്യാറുണ്ട്, കോസ്റ്റ് റബിൾ മേസൺറിനെ ഓപ്റ്റ് ചെയ്യാറുണ്ട്. ഈ ഒരു കോസ്റ്റ് റബിൾ മേസൺറി തന്നെ നമ്മൾ പല സോർട്ടുകളായിട്ട് ചെയ്യും അല്ലേ. ഫസ്റ്റ് സോർട്ട് കോസ്റ്റ് റബിൾ മേസൺറി ഫസ്റ്റ് സോർട്ട്, കോസ്റ്റ് റബിൾ മേസൺറി സെക്കൻഡ് സോർട്ട്, കോസ്റ്റ് റബിൾ മേസൺറി തേർഡ് സോർട്ട്, അങ്ങനെ 3 സോർട്ടുകളായിട്ട് നമുക്ക് ഈ ഒരു കോസ്റ്റ് റബിൾ മേസൺറിനെ ചെയ്യാനായിട്ട് കഴിയും. ദെൻ പിന്നെ പറഞ്ഞിട്ടുള്ളത് എന്താ, അൺകോസ്ഡ് റബിൾ മേസൺറി ആണ്. ഒരു അൺകോസ്ഡ് റബിൾ മേസൺറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരു സ്റ്റോണിനെ എങ്ങനെയാണോ ക്വാറിയിൽ നിന്ന് കിട്ടുന്നത് അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, മേസൺറിയിൽ യൂസ് ചെയ്യാണ്. അതിനെ നമ്മൾ ഡ്രസ്സിങ് ഒന്നും ചെയ്യില്ല, റഫായിട്ട് പോലും ഡ്രസ്സിങ് ചെയ്യണില്ല. എങ്ങനെയാണോ നമുക്ക് ക്വാറിയിൽ നിന്ന് കിട്ടുന്നത് അതേപോലെ തന്നെ നമ്മൾ എടുത്ത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം, അൺകോസ്ഡ് റബിൾ മേസൺറി എന്ന് വിളിക്കാം. അൺകോസ്ഡ് റബിൾ മേസൺറി എന്ന് വിളിക്കാം. പിന്നെ പറഞ്ഞിട്ടുള്ളത് ഒന്നാണ് റാൻഡം റബിൾ മേസൺറി അല്ലേ. റാൻഡം റബിൾ മേസൺറി നമ്മൾ ഡ്രോയിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് സ്പെസിഫിക്കേഷൻ കൊടുക്കും അല്ലേ, RR മേസൺറി 1:3 എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാറുണ്ട്. അതാണ് ഈ ഒരു റാൻഡം റബിൾ മേസൺറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം റാൻഡം റബിൾ മേസൺറിയിൽ നമ്മൾ ഇറഗുലാർ ഷേപ്പിലുള്ള സ്റ്റോണുകളായിരിക്കും യൂസ് ചെയ്യുക. നമ്മൾ ഫൗണ്ടേഷനൊക്കെ കെട്ടണത് കണ്ടിട്ടുണ്ടാവും നമ്മുടെ നാട്ടിലൊക്കെ. ഇറഗുലാർ ഷേപ്പിലുള്ള സ്റ്റോണിനെ ഒരു പ്രത്യേക പാറ്റേണിൽ അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, റാൻഡം റബിൾ മേസൺറി ചെയ്യാറുള്ളത്. നല്ല സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിന് മാത്രമേ ഈ ഒരു റാൻഡം റബിൾ മേസൺറി ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. കാരണം അത് ചെയ്ത് വരുമ്പോൾ കാണാനായിട്ട് നല്ല അപ്പിയറൻസ് വൈസ് നല്ല ഭംഗിയുള്ള ഒരു മേസൺറി വർക്കാണ് റാൻഡം റബിൾ മേസൺറി. ഈ റാൻഡം റബിൾ മേസൺറി തന്നെ നമുക്ക് റാൻഡം റബിൾ മേസൺറി ഫസ്റ്റ് സോർട്ട് എന്നും സെക്കൻഡ് സോർട്ട് എന്നും വിളിക്കാനായിട്ട് സാധിക്കും. ഒരു റാൻഡം റബിൾ മേസൺറി ഫസ്റ്റ് സോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള സ്റ്റോണുകളെല്ലാം
ചിസൽ ഡ്രസ്ഡുമായിരിക്കും. അവിടുത്തെ മോട്ടാർ ജോയിന്റിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 6 mm കൂടുതലുമായിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു മേസൺട്രീനെ റാൻഡം റബിൾ മേസൺട്രി സോർട്ട് 1 എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. ഇനി ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റോൺ എന്ന് പറയുന്നത് ഹാമർ ഡ്രസ്ഡ് ആയിട്ടുള്ള സ്റ്റോൺ ആണ്. അവിടുത്തെ മോട്ടാർ ജോയിന്റിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 12 mm കൂടുതലാകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് റാൻഡം റബിൾ മേസൺട്രി സോർട്ട് 2 എന്നും വിളിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് 2 ടൈപ്പ് റാൻഡം റബിൾ മേസൺട്രികൾ വരുന്നത്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. In coast rubble masonry sort 2 the thickness of mortar joint വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ടൈപ്പ് മേസൺട്രീസ് നമ്മൾ പഠിക്കുമ്പോഴും അവിടെ യൂസ് ചെയ്യുന്ന മോട്ടാർ ജോയിന്റിന്റെ തിക്നെസ്സിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു കോസ്റ്റ് റബിൾ മേസൺട്രിയിൽ 50 to 200 mm ഹൈറ്റ് ഉള്ള സ്റ്റോൺസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. അതിനെ നമുക്ക് 3 സോർട്ടുകളായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഈ ഒരു കോസ്റ്റ് റബിൾ മേസൺട്രി ഫസ്റ്റ് സോർട്ട് ആണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മോട്ടാർ ജോയിന്റിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 10 mm കൂടുതലാവരുത് എന്നാണ് പറയാം. 10 mm കൂടുതലാവരുത് എന്നാണ് പറയാം. ആ ഒരു മേസൺട്രി നമ്മൾ എങ്ങനെയാ ചെയ്യുക നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്തായിരിക്കും? നമുക്ക് ഈക്വൽ ഹൈറ്റിലുള്ള സ്റ്റോൺസും വേണം, എല്ലാ കോഴ്സസും ഒരേ ഹൈറ്റിലും ആയിരിക്കും. യൂസ് ചെയ്യുന്ന സ്റ്റോണുകളും ഒരേ ഹൈറ്റിലായിരിക്കും. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഇതാണ് കോഴ്സ്ഡ് റബിൾ മേസൺട്രി സോർട്ട് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി കോഴ്സ്ഡ് റബിൾ മേസൺട്രി സോർട്ട് 2 കോസ്റ്റ് റബിൾ മേസൺട്രി സോർട്ട് 2 അല്ലെങ്കിൽ സെക്കൻഡ് സോർട്ട് എന്ന് പറയുകയാണെങ്കിൽ അവിടെ മോട്ടാർ ജോയിന്റിന്റെ തിക്നെസ് നോട്ട് ഗ്രേറ്റർ ദാൻ 12 mm ആണ് നമ്മൾ പറയാം. 12 mm കൂടുതലാവരുത് എന്നാണ് പറയാം. അവിടെ നമുക്ക് എങ്ങനെ ചെയ്യാം? അവിടെ നമുക്ക് ഓരോ കോഴ്സിനും ഒരേ ഹൈറ്റ് വേണമെന്ന് നിർബന്ധമില്ല. ഇപ്പം ഞാൻ ആദ്യത്തെ കോഴ്സ് 10 mm ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തത് 20 ചെയ്താൽ മതി, മൂന്നാമത്തത് 30 ചെയ്താൽ മതി. എനിക്ക് ഓരോ കോഴ്സിൻ്റെയും ഹൈറ്റ് സെയിം ആവണം നിർബന്ധമില്ല. എന്നാൽ ഒരു കോഴ്സിൻ്റെ ഹൈറ്റ് സെയിം ആക്കാൻ വേണ്ടി എനിക്ക് 2 സ്റ്റോൺ വരെ അവിടെ ഉപയോഗിക്കാം. 2 സ്റ്റോൺ വരെ യൂസ് ചെയ്ത് എനിക്ക് ഒരു കോഴ്സിൻ്റെ ഹൈറ്റ് അവിടെ സെയിം ആക്കാം. അതായത് എനിക്കിപ്പം ആദ്യത്തെ കോഴ്സ് 10 സെന്റിമീറ്റർ ഹൈറ്റിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എനിക്ക് 8 സെന്റിമീറ്ററിന് 2 സെന്റിമീറ്ററിന് സ്റ്റോൺ യൂസ് ചെയ്യാം, 5 ഉള്ള സ്റ്റോൺ യൂസ് ചെയ്യാം, 7 ഉള്ള സ്റ്റോൺ യൂസ് ചെയ്യാം. അങ്ങനെ എന്ത് ചെയ്യാം? എനിക്ക് ആ ഒരു കോഴ്സ് ഹൈറ്റ് വരാൻ വേണ്ടി 2 സ്റ്റോൺ വരെ ഒരു കോഴ്സിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ടൈപ്പ് ആയിട്ടുള്ള കോഴ്സ്ഡ് റബിൾ മേസൺട്രി തേർഡ് സോർട്ട് ആവുമ്പോൾ അവിടെ നമ്മൾ മോട്ടാർ ജോയിൻ്റെ തിക്നെസ് പറയാം നോട്ട് ഗ്രേറ്റർ ദാൻ 16 mm ആണ്. 16 mm ആണ് നമ്മൾ പറയാം. അപ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കും വരിക? നമുക്ക് ഇവിടെ വരുന്ന കോഴ്സുകളുടെ ഹൈറ്റ് ഒരേപോലെയാണെന്ന് ഒരു നിർബന്ധമില്ല. ഒരു കോഴ്സിൻ്റെ ഹൈറ്റ് ഈക്വൽ ആക്കാൻ വേണ്ടി എനിക്ക് അവിടെ 3 സ്റ്റോൺ വരെ ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കോഴ്സ്ഡ് റബിൾ മേസൺട്രി ഫസ്റ്റ് സോർട്ടും സെക്കൻഡ് സോർട്ടും തേർഡ് സോർട്ടും ചെയ്യുന്നത്. ഇവിടുത്തെ മോട്ടാർ ജോയിന്റിന്റെ തിക്നെസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ആൻസർ ആയിട്ട് വരിക? അവിടെ ചോദിച്ചിട്ടുള്ളത് എന്താ? സെക്കൻഡ് സോർട്ടിന്റെ കാര്യമാണല്ലേ. സെക്കൻഡ് സോർട്ടിന് 12 mm ആണ് വരുന്നത്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം നമുക്ക് കാണാം. എ ടൈപ്പ് ഓഫ് ഫിനിഷ് ഇൻ വിച്ച് ദ ഇറഗുലർ ടൈപ്പ് ഓഫ് സിങ്കിങ്സ് ഈസ് ഡൺ ഇൻ ദ സെൻട്രൽ പോർഷൻ ഓഫ് ദ സ്റ്റോൺ. ഓക്കെ, ഇതൊരു സ്റ്റോണിന്റെ എന്തുമായിട്ടാ? ഡ്രസ്സിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. നമ്മൾ സ്റ്റോൺ മേസൺട്രിയിൽ സ്റ്റോൺ സർഫസുകൾ നമ്മൾ ഫിനിഷ് ചെയ്യാറുണ്ട്. അതിനെ നമ്മൾ ഡ്രസ്സിങ് എന്നാണ് പറയാറുള്ളത്. ആ ഡ്രസ്സിങ് നമുക്ക് പല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താ? സെൻട്രൽ പോർഷനിൽ ഇറഗുലാർ സിങ്കിങ്സ് കൊടുക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ടൈപ്പ് ഡ്രസ്സിങ്ങിനെ നമ്മൾ റെട്ടിക്കുലേറ്റഡ് ഫിനിഷ് എന്നാണ് വിളിക്കാം. ഈ റെട്ടിക്കുലേറ്റഡ് ഫിനിഷ് എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് ഫിഗർ കാണിച്ചു തരാം. ഇതൊരു ആദ്യം കാണിക്കുന്ന ഈ ഒരു ഫിഗർ റെട്ടിക്കുലേറ്റഡ് ഫിനിഷിന്റെ ഫിഗർ ആണ്. എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫിനിഷിങ് നമ്മുടെ സ്റ്റോൺ പീസിന് കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാനൊരു
സ്റ്റോൺ പീസ് എടുക്കുകയാണ്. സ്റ്റോൺ പീസ് എടുത്തതിന് ശേഷം അതിൻ്റെ ചുറ്റും ഞാൻ എന്ത് ചെയ്യുന്നു, 20 mm ഒരു മാർജിൻ കട്ട് ചെയ്യുന്നു. 20 mm ഒരു മാർജിൻ കട്ട് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യാണ്, സെൻട്രൽ പോർഷനിൽ ഇറഗുലർ ആയിട്ടുള്ള സിങ്കിങ്ങുകൾ ഞാൻ ഉണ്ടാക്കുന്നു. ഇവിടെ ഞാൻ ഫോം ചെയ്തിട്ടുള്ള ഈ സിങ്കിങ്ങിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 5 mm ആയിരിക്കും. ഞാനിവിടെ ഫോം ചെയ്തിട്ടുള്ള സിങ്കിങ്ങിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 5 mm ഡെപ്തിലുള്ള സിങ്കിങ്ങുകളായിരിക്കും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ദാ ഇവിടെ നിങ്ങൾക്ക് കാണാം, അടുത്തടുത്ത 2 സിങ്കിങ്ങുകൾ ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിങ്കിങ്ങുകൾക്ക് ഇടയിൽ ഒരു മാർജിൻ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ സിങ്കിങ്ങിന് ചുറ്റും ഒരു മാർജിൻ എനിക്ക് കാണുന്നുണ്ട്. ആ ഒരു മാർജിൻ എന്ന് പറയുന്നത് 10 mm വിട്ടിലായിരിക്കും. ഈ ഒരു ഫിഗറിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഒരു മാർജിൻ്റെ വിട്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 10 mm ആയിരിക്കും. അപ്പോൾ ഒരു സ്റ്റോൺ പീസ് എടുത്തിട്ട് അതിന് ആദ്യം 20 mm നമ്മളൊരു മാർജിൻ കട്ട് ചെയ്യണു. എന്നിട്ട് സെൻട്രൽ പോർഷനിൽ നമ്മൾ എന്താ സിങ്കിങ്സ് ഉണ്ടാക്കുകയാണ്. ആ സിങ്കിങ്സ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, സിങ്കിങ്സ് 5 mm ഡെപ്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് ചുറ്റും 10 mm വിട്ടുള്ള മാർജിൻസും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ റെട്ടിക്കുലേറ്റഡ് ഫിനിഷ്. ദെൻ അടുത്തത് ഫിഗറിൽ കാണാം, റെട്ടിക്കുലേറ്റഡ് ഫിനിഷിനോട് ഏറെക്കുറെ സിമിലർ ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഇവിടുത്തെ സിങ്കിങ്ങുകൾ എന്ന് പറയുന്നത് കുറച്ച് കർവ്ഡ് ആയിട്ടുള്ള സിങ്കിങ്ങുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഫിനിഷാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ പറയാം വെർമിക്കുലേറ്റഡ് ഫിനിഷ് എന്നാണ്. വെർമിക്കുലേറ്റഡ് ഫിനിഷ് എന്നാണ് ഇതിനെ പറയാം. കർവ്ഡ് സിങ്കിങ്സ് ആയിട്ട് കൊടുക്കുന്നെങ്കിൽ അതിനെ നമുക്ക് വെർമിക്കുലേറ്റഡ് ഫിനിഷ് എന്ന് പറയാം. ദെൻ പിന്നെ ഓപ്ഷനിലുള്ള ഒരാളായിരുന്നു പഞ്ച്ഡ് ഫിനിഷ്. ഇതാണ് ഒരു പഞ്ച്ഡ് ഫിനിഷിന്റെ ഫിഗർ. നമ്മൾ എന്ത് ചെയ്യാണ്, പഞ്ച് ടൂൾ യൂസ് ചെയ്തിട്ട് സ്റ്റോൺ സർഫസിൽ മൊത്തം നമ്മൾ എന്ത് ചെയ്യാണ്, ഡിപ്രഷൻസ് കൊടുക്കുകയാണ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കാറുള്ളത്, പഞ്ച്ഡ് ഫിനിഷ് എന്ന് വിളിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഓവർസിയർ ഗ്രേഡ് 2 PWD നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ചിലപ്പോൾ എക്സാമിൽ ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ടൊക്കെ ഇരിക്കുമായിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ സൈലം ടെക്നിക്കൽ ഈ ഒരു ഓവർസിയർ ലെവലിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഓഫ്ലൈൻ ക്ലാസ് April 4 മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. കോഴിക്കോട് വെച്ചിട്ടാണ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. April 4 മുതലാണ് കേട്ടോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് വരാനിരിക്കുന്ന എക്സാമുകൾക്ക് 100% യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, എന്നാൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അല്ലേ. നാലാമത്തെ ചോദ്യം സ്റ്റോണിൻ്റെ ടെക്നിക്കൽ ടേമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. ടെക്നിക്കൽ ടേമുമായിട്ട് എ പ്രൊജക്റ്റിംഗ് സ്റ്റോൺ വിച്ച് ഈസ് യൂഷ്വലി പ്രൊവൈഡ് ടു സെർവ് ആസ് എ സപ്പോർട്ട് ഫോർ റൂഫ് ട്രസ്, ബീം, വെദർ ഷെഡ് എക്സെട്ര. എന്താണ് പ്രൊജക്റ്റിംഗ് സ്റ്റോൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്കറിയാം, ഇതാണ് എൻ്റെ വോൾ എന്നുണ്ടെങ്കിൽ ഈ വോളിൽ നിന്ന് ഞാൻ പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ട് ഒരു സ്റ്റോൺ കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, ടോപ്പിൽ എന്തെങ്കിലും റൂഫ് ട്രസ്സോ ബീമോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കൊടുക്കുന്ന ഈ ഒരു പ്രൊജക്റ്റിംഗ് സ്റ്റോണിനെ ഞാൻ വിളിക്കുന്ന പേരാണ് കോർബൽ. എന്താ ഞാൻ വിളിക്കുക അതിനെ, കോർബൽ എന്നാണ് വിളിക്കുക. ഇപ്പോഴത്തെ ആൻസർ എന്താ വരിക, കോർബൽ ആണ് വരുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, കോഴ്സ് സ്റ്റോണിൻ്റെ അല്ലെങ്കിൽ ബ്രിക്ക് കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ലെയറിനെ നമുക്ക് എന്ത് വിളിക്കാം, ഒരു കോഴ്സ് എന്ന് വിളിക്കാം അല്ലേ. ഞാൻ കുറേ ബ്രിക്കുകൾ ഇങ്ങനെ അടക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഞാൻ ഫസ്റ്റ് കോഴ്സ് ആയിട്ടാണ് പറയാം അല്ലേ. അപ്പോൾ ഒരു ലെയർ ഓഫ് സ്റ്റോൺ അല്ലെങ്കിൽ ബ്രിക്കിനെ എനിക്ക് എന്ത് വിളിക്കാം, കോഴ്സ് എന്ന് വിളിക്കാം. പിന്നെ ആരെയാ പറഞ്ഞിട്ടുള്ളത്, കോർണിസ് പറഞ്ഞിട്ടുണ്ട്. കോർണിസ് എന്താ, കോർണിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ ഭംഗി ഉണ്ടാവാൻ വേണ്ടി വോളിൻ്റെ ടോപ്പിലൊക്കെ ഒരു കോഴ്സ് ഓഫ് സ്റ്റോൺ കൊടുക്കുകയാണ്. വോളിൻ്റെ ടോപ്പിലൊക്കെ ഞാനൊരു സ്റ്റോൺ കൊടുക്കുകയാണ്. കോഴ്സ് ഓഫ് സ്റ്റോൺ ഓവർ ടോപ്പ് ഓഫ് വോൾ. എന്തിനു വേണ്ടിയാണ് കൊടുക്കണേ, ഓർണമെൻ്റൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി കൊടുക്കുന്ന ഒരു കോഴ്സ് ഓഫ് സ്റ്റോണിനെ എനിക്ക് കോർണിസ് എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ കോപ്പിംഗ് എന്താ, കോപ്പിങ്ങും അതെ വോളിൻ്റെ മുകളിൽ കൊടുക്കുന്ന ഒരു കോഴ്സ് ഓഫ് സ്റ്റോൺ ആണ്. പക്ഷെ അത് എന്തിനു വേണ്ടിയിട്ടാണ്, റെയിൻ വാട്ടർ ഒക്കെ ഈസിലി ഡിസ്പോസ് ആയി പോകാൻ വേണ്ടിയിട്ട്, വോളിനെ റെയിൻ വാട്ടറിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ വോളിൻ്റെ മുകളിൽ കൊടുക്കുന്ന ഒരു കോഴ്സ് ഓഫ് സ്റ്റോൺ ആണ് കോപ്പിംഗ് എന്ന് പറയുന്നത്.
അപ്പോൾ കോപ്പിങ്ങും കോർണിസും തെറ്റരുത് കേട്ടോ. കോർണിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഭംഗി ഉണ്ടാവാൻ വേണ്ടി, നല്ലൊരു അപ്പിയറൻസ് കിട്ടാൻ വേണ്ടി വോളിൻ്റെ മുകളിൽ കൊടുക്കുന്ന ഒരു ഒരു കോഴ്സ് ഓഫ് സ്റ്റോൺ ആണ്. എന്നാൽ കോപ്പിംഗ് എന്ന് പറയുന്നത് റെയിൻ വാട്ടറിൽ നിന്നൊക്കെ നമ്മുടെ വോളിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു കോഴ്സ് ഓഫ് സ്റ്റോൺ ആണ്. ഇനി ഒരു പ്രൊജക്റ്റിംഗ് സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ വരുള്ളൂ, കോർബലാണ് വരുന്നത്. ആ മൂന്നും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കണം കേട്ടോ. കുറേ പേർക്ക് തെറ്റ് പറ്റുന്നത് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് ലാസ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. അഞ്ചാമത്തെ ചോദ്യം ഇതാണ്. സേഫ് പെർമിസിബിൾ ലോഡ് ഓൺ കോസ്റ്റ് റബിൾ ഇൻ സിമെന്റ് മോട്ടാറിൽ എത്രയാണ് സേഫ് പെർമിസിബിൾ ലോഡ്? ഇതൊരു തവണ എക്സാമിന് ചോദിച്ചു. കോസ്റ്റ് റബിൾ ഇൻ സിമെന്റ് മോട്ടാറിൽ നമ്മൾ ചെയ്യുമ്പോൾ അവിടെ വരുന്ന സേഫ് പെർമിസിബിൾ ലോഡ് എന്ന് പറയുന്നത് 88 ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. 88 ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഇതേപോലെ തന്നെ RR മേസൺറി, റാൻഡം റബിൾ മേസൺറി സിമെന്റ് മോട്ടാറിലാകുമ്പോഴും അവിടെ എന്ത് തന്നെയാണ് വരിക, 88 തന്നെയാണ് കേട്ടോ വാല്യൂ വരിക. 88 ടൺ പെർ മീറ്റർ സ്ക്വയർ തന്നെയാണ് അവിടെ വാല്യൂ വരുന്നത്. അതുപോലെ തന്നെ എഷ്ലാർ മേസൺറി ഇൻ സിമെന്റ് മോട്ടാർ ആണെങ്കിൽ അവിടെ 220 ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് വരിക. 220 ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് വരുന്നത്. അപ്പോൾ സ്റ്റോൺ മേസൺറിയിൽ നിന്ന് മുൻ വർഷങ്ങളിലായിട്ട് ചോദിച്ച ഇത്ര ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ എല്ലാവർക്കും ഈ ഒരു സെഷൻ യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു സെഷനിൽ പുതിയ ചോദ്യങ്ങളുമായിട്ട് വീണ്ടും കാണാം. താങ്ക്